നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ. CPIM 24 പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ജില്ലാ സമ്മേളനത്തിന് ഉജ്ജ്വല തുടക്കം. കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. 34,000 രൂപ വിലയുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റിന്റെ ഇഞ്ചക്ഷൻ ഫ്രീ ആയിട്ട് അടിച്ചു കൊടുത്തോണ്ടിരുന്ന ആശുപത്രി തിരൂരിലായിരുന്നു എന്ന് ഒരാൾ എന്നോട് പറഞ്ഞു. ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ലോകത്തെവിടെയും കിട്ടുക. കമ്മ്യൂണിസ്റ്റ് വിരോധമാകാൻ നിങ്ങൾക്ക് ദേശം മനുഷ്യത്വം വേണമെന്നാണ് വളരെ വിനയപൂർവ്വം ഞാൻ അവരെ ഓർമ്മിപ്പിക്കുന്നത്. അത് നിങ്ങൾക്കാവാം. എവിടെ എത്തി? എവിടെ പറഞ്ഞു പോയി കേരളം? സ്വന്തമായി വിഭവം കണ്ടെത്തി ഈ കേരളം. എന്തറിയോ? ഏറ്റവും കൂടുതൽ സ്വന്തം വിഭവം കണ്ടെത്തിയ ധനമന്ത്രിയുടെ പേര് KM ബാലഗോപാൽ എന്നാണ്. ഇവിടുത്തെ ധനകാര്യം മോശം ആണോ? ഇവര് പറയില്ല, വസ്തുതയോട് വെക്കുക. എവിടെ ഒരു കുറവ് സംഭവിച്ചു? വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായോ? ആരോഗ്യ മേഖലയിൽ ഉണ്ടായോ? സേവന മേഖലയിൽ ഉണ്ടായോ? ഇവിടെ ഞാൻ ഇന്നലെ TV നോക്കുന്നുണ്ട്, കുണ്ടുകൂടി ഇങ്ങനെ ചാടുന്നു ഓട്ടോറിക്ഷ. ഇന്നലെ ഞാൻ നോക്കിയതാണ്. എപ്പോഴും ഞാൻ നോക്കലില്ല, കാരണം ഇത് പറ്റിപ്പോവും. ഞാൻ നോക്കിപ്പോയി. കാരണം അപ്പൊ കുണ്ടിച്ചാടി, അയ്യോ കേരളം കുണ്ടിച്ചാടി, കേരളം കുണ്ടിച്ചാടി. ഈ കുണ്ട് മാത്രമേ ഇവർ കാണുള്ളൂ. 650 കിലോമീറ്റർ നീളത്തിൽ 6 വരിയിൽ 2 വരി സൈഡ് റോഡുകളും കൂടി സർവീസ് റോഡുമായിട്ട് ഒരു 8 വരി പാത മാന്യമായി നീണ്ടു നിവർന്ന് ഈ കേരളത്തിലൂടെ പണിതുയർത്തി കണ്ടുപോകുന്നതിനുള്ള കണ്ണില്ലാത്ത ക്യാമറകളാണ് കേരളത്തിൽ ഇവരുടെ കയ്യിലിടുന്നത്. അവിടെ പണിതുകൊണ്ടിരിക്കില്ലേ? എത്ര വേഗത്തിൽ, ഇത്ര വേഗത്തിൽ ഈ ദേശീയപാത എവിടെയെങ്കിലും ഇന്ത്യയില് 6 വരി പാതയും അതിന്റെ സർവീസ് റോഡുള്ള ഒരു സ്ഥലം ഇന്ത്യയിലുണ്ടോ? ഒരു സംസ്ഥാനം പൂർണ്ണമായി? മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി പതാക ഉയർത്തി. സ്വാഗത സംഘം ജനറൽ കൺവീനർ E. ജയൻ സ്വാഗതം പറഞ്ഞു. VP സാനു താൽക്കാലിക അധ്യക്ഷനായി. V. ശശികുമാർ രക്തസാക്ഷി പ്രമേയവും PK അബ്ദുള്ള നവാസ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. VP സാനു, KP സുമതി, V. രമേശൻ, ജോർജ് K. ആന്റണി, P. ഷബീർ എന്നിവരടങ്ങുന്ന പ്രസിഡിയം സമ്മേളനം നിയന്ത്രിക്കുന്നു. V. ശശികുമാർ കൺവീനറായി പ്രമേയ കമ്മിറ്റിയും PK അബ്ദുള്ള നവാസ് കൺവീനറായ ക്രെഡൻഷ്യൽ കമ്മിറ്റിയും VM ഷൌക്കത്ത് കൺവീനറായി മിനുട്സ് കമ്മിറ്റിയും പ്രവർത്തിക്കുന്നു. ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. വെള്ളി വൈകിട്ട് 4-ന് താനൂർ ഹാർബർ പരിസരത്ത് നിന്നും ചുവപ്പ് സേന മാർച്ചും താനൂർ ബീച്ച് റോഡിലെ ഗ്രൗണ്ടിൽ നിന്ന് പൊതുപ്രകടനവും ആരംഭിക്കും. വൈകിട്ട് 5:30-ന് സീതാറാം യെച്ചൂരി നഗറിൽ പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, PK ശ്രീമതി, എളമരം കരീം, P സതീദേവി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ M സ്വരാജ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഉദ്ഘാടന സമ്മേളനത്തിൽ മുതിർന്ന നേതാക്കളായ TK ഹംസ, PP വാസുദേവൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PK സൈനബ, P ശ്രീരാമകൃഷ്ണൻ, EMSന്റെ മകൾ EM രാധ തുടങ്ങിയവർ പങ്കെടുത്തു. TV ന്യൂസ് താനൂർ. SSLC +2 കഴിഞ്ഞു. ഇനി എന്ത്? ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി. വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 10 ഏക്കർ സ്ഥിതിയിൽ 2500-ൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട്, ശക്തമായ പ്ലേസ്മെന്റ് സെൽ, സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ.